കുഞ്ഞിട്ടിക്കാൻ്റെ മോൻ അഫ്സലല്ലേ ജി? ഇജെന്തവിടെ ഇജി നോമ്പ് കുറിച്ചാ? നോമ്പ് കുറിച്ചാ ജി? നിൽക്കാടെ അത്താഴത്തിന് വന്ന് പത്തടങ്ങാറി അരി തിന്നോന്നല്ലേ നീ? പഴംപൊരി കടിച്ചു പിടിച്ച് മാസ്ക് വെച്ച് വരുമ്പോ ഞമ്മക്ക് മനസ്സിലാവില്ല എന്ന് വിചാരിച്ചാ മോനെ? അനക്കെന്താ ഹൈലാണോ മോനെ? പൊന്നു മോനെ ഞാൻ ഒന്ന് പറയട്ടെ, അനക്കെന്താ ഹൈലാണോ? ജാ കുഞ്ഞുട്ടിക്കാരൻ അഫ്സലല്ലേ? എന്താണ് നിനക്കെന്താ ഇവിടെ പരിപാടി? സ്ഥിരം ഇവിടെ വരാറുണ്ടാ? സ്ഥിരം വരാറില്ല, വല്ലപ്പോഴും വരാറുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ വന്നിക്കണ കുഞ്ഞിട്ടിക്കാൻ്റെ മോൻ അഫ്സലല്ലേ? കുഞ്ഞിട്ടിക്കാൻ്റെ മോൻ അഫ്സലല്ലേ ജി? ഇജെന്തവിടെ? കൂട്ടുകാരോട് വന്ന് എന്ത് അവരോട് വന്നാണ്. ഇജി നോമ്പ് കുറിച്ചാ? നോമ്പ് കുറിച്ചാ ജി? നിക്കടാ അവിടെ നിക്കടാ നീ. ജി അത്താഴത്തിന് നോമ്പ്, അത്താഴത്തിന് നിക്കടാ ജി, നിക്ക് അവിടേക്ക്. ഇജി നോമ്പ് കുറിച്ചാ ജി? അത്താഴത്തിന് വന്ന് പത്തടങ്ങാറി അരി തിന്നോന്നല്ലേ നീ? ഞാൻ 2 പ്ലേറ്റ് കഴിച്ചോ. അത് നടക്കടാ. ഈ നോമ്പ് കുറിച്ചാ ജി? ഫ്രണ്ട്സാ ഇല്ലില്ല, ഇവര് ഇതുപോലെ സാൻഡ്വിച്ച് പൊളിച്ചു കൊടുക്കാന്ന് പറഞ്ഞപ്പോഴേ അങ്ങനെ തമാശ കളിക്കാണ്. നോമ്പ് കുറിച്ചാ ജി? ഇല്ലില്ല ഞാൻ കഴിച്ചില്ലല്ലോ ചേട്ടാ. നോമ്പ് കുറിച്ചാവൻ? ഇല്ലല്ലോ, ഞാൻ ചുമ്മാ ഇവര് കണ്ടപ്പോ ഇങ്ങോട്ട് വണ്ടി നിർത്തിയിട്ട് ഇങ്ങോട്ട് കയറിയതാ. സത്യമായിട്ട് ഉസ്താദ് 5 കിലോന്റെ ചിക്കനല്ലേ ഈ തറാബിക്ക് വന്ന് കഴിച്ചത്? ഇജി പള്ളിയുടെ കോമ്പൗണ്ടിക്ക് പോയോ? അന്നെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. വാപ്പാടുത്ത് പറയാല്ലോ. ഈ കുഞ്ഞുട്ടിക്കാൻ്റെ മോനല്ലേ? കുഞ്ഞുട്ടിക്കാൻ്റെ മോനല്ലേ ജി? അഫ്സലനല്ലേ ജി? ഇജി അവിടുന്ന് നേരത്തെ അവിടുന്ന് ഒരു പഴംപൊരി കടിച്ചു പിടിച്ചിട്ട് മാസ്ക് വെച്ച് വന്നത് നമ്മൾ കണ്ടില്ലാന്ന് വിചാരിച്ചാ? മാസ്ക് വെച്ച് വന്നത് നമ്മൾ കണ്ടില്ലാന്ന് വിചാരിച്ചാ? ഞങ്ങ പള്ളിയുടെ കോമ്പൗണ്ടിക്ക് അന്നെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ഇതന്നെ കുഞ്ഞുട്ടിക്കാടൻ അഫ്സലല്ലേ? അല്ല. ഇജെന്താ കളിയാക്കാണാ? എന്നെ കണ്ടൊക്കെ മനസ്സിലാവില്ലേ? ആൾക്കാര് ഇജെന്താ ഇവിടെ എന്ത് കൂട്ടുകാരനോടാണ്? എനിക്ക് നോമ്പില്ലേ? നോമ്പുണ്ട്. എന്താ പിന്നെ ഇവിടെ? ചുമ്മാ ഫ്രണ്ടാ നമ്മളെ. അപ്പൊ പുള്ളി ഏതൊരു ഇങ്ങനെ വിളിച്ച് കുഞ്ഞുട്ടിക്കാരനോട് ഞാൻ പറയുന്നുണ്ട്, ഇജ് നോമ്പ് കൊടുത്തിട്ട് ഇജ് 1.5 അടങ്ങായിട്ട് ചോറ് എന്നിട്ട് പോയാനല്ല ഈ അത്താഴത്തിന്? ഈ പുള്ളി ഇതുപോലെ തന്നെ പോകുന്ന വഴിക്ക് ഇങ്ങനെ കൈ കാണിച്ചു. അപ്പൊ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് കേറിയതാ. ഇജ് 1.5 അടങ്ങായിട്ട് ചോറ് എന്നിട്ട് പോയതല്ല അത്താഴത്തിന്? ഇജ് പള്ളിയുടെ കോമ്പൗണ്ടിൽ എങ്ങാനും കാലൂത്ത് നോമ്പ് കൊടുത്തിട്ട് ഇജ് ഇവ എന്തേലും കഴിച്ചിക്കണ? കഴിച്ചാ? ഇല്ലില്ല, ഞാൻ കഴിക്കൂല. നോമ്പല്ലേ, ഉള്ളിവട കഴിച്ചാ നോമ്പ് കുറിയില്ലെന്ന് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ കഴിച്ചാൽ നോമ്പ് കുറിയില്ലെന്ന് ഇങ്ങനെ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എൻ്റെ വാപ്പാൻ്റെ നമ്പറിൻ്റെ അടിക്കാം. വാപ്പാടുത്ത് പറയും, വാപ്പ അടിക്കുക തന്നെ. നമ്പറിൻ്റെ കാട്ട്. ഇല്ല, വാപ്പ പ്രശ്നമാക്കുന്നു നോമ്പ് കുറിച്ചെന്ന് അറിഞ്ഞാ. നമ്പർ അടിച്ച ഇതിൽ ഇല്ല, തരൂല. ഇജാ പള്ളിയുടെ കോമ്പൗണ്ടിക്ക് എങ്ങാനും വാ, എന്നെ ഞാൻ കാണിച്ചേണ്ടി കേട്ടാ. ഇജാ പള്ളിയുടെ കോമ്പൗണ്ടിക്ക് അങ്ങോട്ട് വാ. എൻ്റെ വാപ്പാൻ്റെ നമ്പർ ഇതിൽ സേവ് ആണ്. ജിവൻ്റെ കൂടെ വന്നതാണോ? ഇവന് തറാബിക്ക് വന്നിട്ട് ഒരു 5 അടങ്ങയുടെ അരി ചോറ് എന്നിട്ട് പോയനാണോ? സ്ഥിര തന്നെയാണോ പരിപാടി? പള്ളിക്ക് അത്താഴത്തിന് വന്നിട്ട് ഒരു 5 അടങ്ങാഴി ചോറ് എന്നിട്ട് പോയനാണ് ഇവൻ. ഇവന് സ്ഥിര തന്നെ പരിപാടി.
ചോറുള്ള പള്ളി എന്നുള്ള ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു, പല പള്ളിയിൽ പോകുന്നു, ചോറുള്ള പള്ളി വെച്ചിട്ട് ലിസ്റ്റിലിട്ട് കൊടുക്കുന്നു. ഇവനൊക്കെ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതാവുക? ഇവൻ കാരണം 4 പേർക്ക് വേറെ ചോറിനുള്ള അവസ്ഥ ഇല്ലാതാക്കുന്നത്. എമ്മാതിരി തീറ്റയെന്നറിയാം. എൻ്റെ പാപ്പാൻ്റെ നമ്പർ ഇല്ല, അടിക്കേ. പാപ്പാൻ്റെ നമ്പർ അടിച്ചതില് അടിക്കേ, പാപ്പാൻ്റെ നമ്പർ അടിക്കതില്ലേ. നീയൊക്കെയാണ് ഖിയാമത്ത് അടയാളം, കേട്ടില്ലേ? നമ്പർ അടിച്ചേ, പറയ്. ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് അമ്മോനെ? കഴിഞ്ഞ പ്രാവശ്യം ഒരു പഴംപൊരി കടിച്ചു പിടിച്ച് മാസ്ക് വെച്ച് വരുമ്പോ നമുക്ക് മനസ്സിലാവില്ല എന്ന് വിചാരിച്ചാ മോനെ. നമുക്ക് മനസ്സിലാവില്ല എന്ന് വിചാരിച്ചാ? ഒരു പഴംപൊരി കടിച്ചു പിടിച്ച് മാസ്ക് വെച്ച് വരുമ്പോ നമുക്ക് മനസ്സിലാവില്ല വിചാരിച്ചാ? ഇതൊക്കെയാണ് ശരിയായിട്ടുള്ള പാത. അനക്കെന്താ ഹൈലാണ മോനെ? പൊന്നു മോനെ, ഞാൻ ഒന്ന് പറയട്ടെ, അനക്കെന്താ ഹൈലാണ? റമദാൻ മാസത്തിൽ ആകെ 30 നോമ്പുള്ളൂ, അത് മര്യാദക്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കാര്യമുള്ള മോനെ? കഴിഞ്ഞ പ്രാവശ്യം നീ ആ പനമ്പള്ളി പാർക്കിൽ നിന്ന് മോമോസ് കഴിക്കുന്നത് ഞാൻ കണ്ട്. അന്നേരം ഇവൻ പറയാണ് മോമോസ് പൊളിച്ചു കൊടുക്കായിരുന്നു. ദജ്ജാല് പറഞ്ഞു കേട്ടിക്കണേ, ഖിയാമത്ത് നാളായ ദജ്ജാൽ ഇറങ്ങുന്നു. എനിക്ക് തോന്നുന്നു ഇജാണ് അതെന്ന്. എന്തേലും ആക്ക് എനക്ക് ആഹിറത്തിൽ കിട്ടട്ടെ. കുഞ്ഞുട്ടിക്കാരൻ മാപ്സരല്ലേ? എന്താണ് നിനക്ക് എന്താ ഇവിടെ പരിപാടി? എനിക്ക് നോമ്പുള്ളതല്ലേ? എന്താ ഇവിടെ? വാപ്പാന്റെ നമ്പർ കാട്ടിക്കേ. എന്റെ വാപ്പാന്റെ നമ്പർ ഇട്ട് കാട്ടിക്കേ മോനെ. എന്റെ വാപ്പാന്റെ നമ്പർ ഇട്ട് കാട്ടിക്കേ. ഇജല്ല അത്താഴത്തിന് വന്നിട്ട് ഒരു 5 കിലോന്റെ ഇറച്ചെങ്കിലും ഇത് തിന്നുണ്ടാവില്ല നായ്യെ. ഈ പള്ളിയുടെ കോമ്പൗണ്ടിൽ വന്നെ മുട്ടുംകാലി ഞാൻ തല്ലി പഠിക്കുന്നു. വിളിച്ചിട്ട് ഞാൻ ഇങ്ങനെ പതുക്കെ വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ വിളിച്ച് പുള്ളിയോട് ഇങ്ങനെ നിന്ന് കാര്യം പറഞ്ഞേ. അപ്പം സ്ഥിരം പരിപാടിയാണല്ലേ? അല്ല, ഞാൻ ഈ പുള്ളിക്ക് മറ്റേ കഴിഞ്ഞ ആഴ്ചല്ലടാ അന്നെ ഞാൻ പഴംപൊരി അടിച്ചു പിടിച്ചോണ്ടേ. കഴിഞ്ഞ ആഴ്ച നോമ്പൂർച്ചാ? ഇല്ല, കഴിച്ചിട്ടില്ല. ഇല്ല, അവൻ കഴിച്ചിട്ടില്ല. നിങ്ങൾ ഒരുമിച്ച് വന്നാണോ? ഞങ്ങൾ ഒരുമിച്ച് വന്നതാണ്. അപ്പം അങ്ങനെ വന്നു. എനിക്ക് തന്നെ പരിപാടി. അത് ഇവൻ വിളിച്ചിട്ട് ഞാൻ കൂട്ടിന് വന്നേ കഴിക്കാനെ കൊണ്ട്. ഇപ്പൊ എന്തായാലും ഇവിടുന്ന് കഴിച്ചിക്കണ? ഇല്ല, സ്ഥിരം വരാറുണ്ടോ അവൻ? സ്ഥിരം ഇവിടെ വരാറുണ്ടോ? സ്ഥിരം വരാറില്ല, വല്ലപ്പോഴും വരാറുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ വന്നിക്കണ അവൻ? കഴിഞ്ഞ ആഴ്ചയിൽ ഇപ്പം വന്നിക്കണ ഇവിടെ? നിങ്ങൾ ഒരുമിച്ച് വന്നാണോ? പാപ്പാന്റെ നമ്പറിൽ അടിക്ക്. എനക്കെന്താ ഹൈലാണോ? നമുക്ക് എനക്കെന്താ ഹൈലാണോ? ഞാൻ ഈ മച്ചാനോട് വന്നതാണ്. അപ്പോഴാണ് മച്ചാൻ പറഞ്ഞത് ഇവിടെ വന്നേ. എന്റെ പേരെന്താണ്? ധീരജ്. ഞാനാണെങ്കിൽ ഓം വിളിച്ചിട്ട് വന്നു. അത്താഴത്തിന് അവിടെ വന്നിട്ട് 2 അടങ്ങായി അരിയുടെ ചോറുന്നോന്നല്ല ഇജി ദജ്ജാലെ? 2 പ്ലേറ്റേ കഴിച്ചു. എന്തിനാണ് തമാശ കളിക്കുന്നത്? അയ്യൊന്ന് നോമ്പറക്കാൻ പള്ളിയുടെ കോമ്പൗണ്ടിക്ക് പോയ എന്നെ ഞാൻ ശരിയാക്കിയുണ്ട്. അത് നടക്ക്, അങ്ങോട്ട് നടക്കുന്നായി. നടക്ക് 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 അങ്ങോട്ട്. ചെറിയൊരു പെർഫോമൻസ് വീഡിയോ ആണ് കേട്ടോ. ഓക്കെ, ചാനലിൻ്റെ പേര് ഫായിസ് ഇബ്രാഹിം എന്നാണ്. ചെറിയ റിയലിസ്റ്റിക് ആയിട്ടുള്ള ചില സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ ഡ്രാമ പോലെ ചെയ്യും. നമ്മൾ കുറച്ച് ആക്ട് ചെയ്യാനും ഫിലിമിലൊക്കെ ആക്ട് ചെയ്യാനൊക്കെ ആഗ്രഹമുള്ളവരാണ്. അപ്പോൾ ഇവനൊരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ എനിവേ നിങ്ങളെന്താ ചെയ്യുന്നത്? പഠിക്ക്. എനിവേ എന്തായാലും അടിപൊളിയായി. നമുക്ക് ഓക്കെ ബൈ.
ഇത് ഞങ്ങളുടെ ചെറിയൊരു പെർഫോമൻസ് ആയിരുന്നു. വീഡിയോ എടുക്കണ്ട. വീഡിയോ എടുക്കണ്ടേ? ആള് തിരിഞ്ഞിന്ന് ചിരിയോട് ചിരി. എന്ത് വിചാരിച്ചു? ശരിക്കും ഉള്ളതാന്ന് വിചാരിച്ചോ? ഞങ്ങളൊരു ചെറിയൊരു ആക്ട് ചെയ്തതാണ്, ഒരു ഡ്രാമ പോലെ. ഫൈസ് കണ്ടെടുക്കണ്, നല്ല സപ്പോർട്ട് ചെയ്ത് നിന്ന്. നാട്ടിലെ തൃശ്ശൂരാണ്. ചാനലിന്റെ ഭാഗമായിരിക്കാണ്. പേരെന്തായിരുന്നു? നിതീഷ്. പ്രണവ്. ഒരു ഹായ് കൊടുത്തു. ഇപ്പം നമ്മുടെ ഒരു ആക്ടറാണ്, ലാലേട്ടൻ്റെ ഒപ്പം എത്തി നിൽക്കുന്ന ഒരു ആക്ടറാണ്. എല്ലാവരും നോമ്പ് തുറക്കാൻ കടികൾ ഇവിടുന്ന് മേടിക്കുക കേട്ടോ. സീനുണ്ടായ പുസ്തകം ഇന്നിപ്പോൾ ഓടിയോ? സംസാരിച്ചു നിങ്ങള്? ആ സംസാരം മിണ്ടി നീ വന്നപ്പോൾ ഓടി പഴംപൊരിയും പിടിച്ചോണ്ട് ഒറ്റ ഓട്ടം. എന്റെ കൂട്ടുകാരനാന്ന് ഞാൻ പറഞ്ഞോളൂ, പുള്ളിയെ കാണുന്നില്ല.